ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മിമിക്രി മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ മിമിക്രി അവതരിപ്പിക്കാൻ വേണ്ടി വന്ന് കാത്തു നിൽക്കുകയാണ്. നമുക്ക് ഓരോരുത്തരായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്താ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഋതിക് റോഷൻ ഇവിടെ അണിഞ്ഞൊരുങ്ങിയപ്പോൾ ഞാൻ എന്തോ വേണം? പ്രിയമുള്ളവരെ, ഋതിക് റോഷനെ നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും ഋതിക് റോഷനെ നേരിട്ട് കാണാൻ പറ്റിയ ഒരു സുവർണാവസരം കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാണ്. മിസ്റ്റർ ഋതിക് റോഷൻ, വിളിച്ചിറക്കവനെ പെട്ടെന്നാവട്ടെ. ഓ, ആരുടെ ഋതിക് റോഷൻ എന്ന് പേരിട്ട്? നീ ഋതിക് റോഷൻ, നിന്നെ കണ്ട ദൃഷ്ടിക്ക് ദോഷം വരുമല്ലോടാ. പെറ്റ തള്ള സഹിക്കില്ല. ഡാടാ അങ്ങോട്ടൊന്നും പോവല്ലോ, ഫുൾ വയറുകളാണ്, കറണ്ട് അടിച്ച് മരിക്കും നീ. നിങ്ങൾക്ക് അത് ശരി, നീ നല്ല ഊത്തുകാരനാടെ. മതി, ഊതിയത് മതി, ഇങ്ങ് വാ. അറിയാലോ, ഇവിടെ മാന്യമായിട്ടൊരു പരിപാടി നടക്കുകയാണ്. അടുത്ത് എനിക്കിട്ട് ഊതിക്കോ. എടാ, ഞാൻ ആരാണെന്ന് മനസ്സിലായ? സാറ് മിമിക്രി അധ്യാപകൻ. 27 കുഞ്ഞുങ്ങളെ മിമിക്രി പഠിപ്പിച്ച് മലയാള സിനിമയിലേക്ക് കയറ്റി വരുന്ന ഒരു അധ്യാപകനാണ്. നന്നായി വരട്ടെ, ഞാനും എൻ്റെ കുടുംബവും. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചു കഴിഞ്ഞാൽ, നിന്റെ തന്ത എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു നിന്നെ മിമിക്രി പഠിപ്പിച്ച് സിനിമയിലേക്ക് കയറ്റണമെന്ന്. അപ്പം പോക്കറ്റിൽ നിന്ന് കൈയിട. നീ എന്തിനാണ് പോക്കറ്റ് കൈയിടുന്നതെന്ന് എനിക്കറിയാം. എടുത്ത് വെളിയിലിട്. ഇങ്ങോട്ട് മര്യാദയ്ക്ക് വിടുന്നില്ല. അപ്പം അറിയാലോ, ഏത് താരത്തെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്താലും ആദ്യം അവരുടെ ഭാവം, കൈകളുടെ ആക്ഷൻസ്, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് വിത്ത് ഡയലോഗ്, ഇതെല്ലാം വളരെ പെർഫെക്റ്റ് ആയാൽ മാത്രമേ നീ യഥാർത്ഥ മിമിക്രി ആർട്ടിസ്റ്റ് ആകൂ, നിനക്ക് സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റൂ. അറിയാലോ, നിനക്ക് ആദ്യമായിട്ട് ഏത് താരത്തെയാണ് പഠിക്കേണ്ടത്? പറഞ്ഞോളൂ. അരെ, നീ പാട്ട് പാടുവോ? ശരി, ആദ്യം നിന്റെ കലാവിരുന്ന് എനിക്കൊന്ന് ആസ്വദിക്കണം. ശരി, ആദ്യമായിട്ട് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? മാക്സിമം തുപ്പൽ അതിനകത്തുണ്ട്. നീ ആയിട്ട് ഇനി നിറയ്ക്കണ്ട. നിനക്ക് ചെയ്യാനുള്ളത് ചെയ്തിട്ട് പോ. ഞാൻ പാട്ട് പാടാണ്, മൂക്കറ് പറയാനും കഥ പറയാനാണ് വന്ന. ശരി, ആദ്യം നീ ആ മിമിക്രി ഏതാണ് ചെയ്യാൻ പോകുന്നത്? അല്ല, പാട്ട്. ശരി, പാട്ടെങ്കിൽ പാട്ട് പാടിക്കോ. കമലഹാസന്റെ അവസരമുള്ള പാട്ട് പാടും. നമുക്ക് എല്ലാവർക്കും അവസരമെങ്കിലെ പാട്ട് കേൾക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, സാറ് താളം ഇട്ട് തരും. അതായത് രീതിയിൽ അങ്ങ് പാടിക്കണം കേട്ടാ. റെഡി? 1 2 3 4. വന്നില്ലേ? വരുത്തടാ. അടിയിന്ന് പിടി. 4ാമത്തെ കട്ടാക്കി പിടി. ആ, കറക്റ്റ്. കുറച്ചുകൂടെ കയറ്റിക്കാം. ആ, മതി, അത് മതി. എടുത്തിഞ്ഞ് വെളിയിലിട്. ആ, പോരട്ടെ പോരട്ടെ. ആ, മ്യൂസിക് അല്ല നീ തന്നെ. പറഞ്ഞല്ലേ ഇപ്പൊ കൊരവള്ളി കുരുങ്ങി ചത്തന. ശരി, ഇതല്ലാതെ വേറെ എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്ത ഒരു പാട്ടും വേണ്ട. നിനക്ക് ഏതെങ്കിലും ശബ്ദം. ആ, ശരി. ആരെയാണ് ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്? സുരേഷ് ഗോപി. ആ, സുരേഷ് ഗോപി അറിയാലോ. ശരി, എന്നാ എടുത്തോ. ആ, മതി. ആ, വലിച്ചു വാരി വന്ന് ചവിട്ടി കുടഞ്ഞ് എടാ വാടച്ചു പിടിയടാ. ഇതാണെടാ സുരേഷ് ഗോപി. ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് താരത്തെ ഇമിറ്റേറ്റ് ചെയ്താലും ആദ്യം അവരുടെ രൂപം, ഭാവം, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് വിത്ത് ഡയലോഗ്, ഇതെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്ത് എല്ലാം കൂടെ എടുത്ത് വെളിയിലിട്ടല്ലേ. എടുത്തകത്ത് കയറ്റി. ശരി, നിനക്ക് ആദ്യമായിട്ട് ഏത് താരത്തെയാണ് അനുകരിച്ച് കാണേണ്ടത്? നരേന്ദ്രപ്രസാദ്. ഞാൻ നരേന്ദ്രപ്രസാദിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാന്നുള്ളത്, പുള്ളിയുടെ കൈകളുടെ സംഭവമുണ്ട്, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഉണ്ട്, വിത്ത് ഡയലോഗ് ഉണ്ട്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് നീ വാച്ച് ചെയ്തോണം. ഇത് കഴിഞ്ഞിട്ട് മക്കളെ കൊണ്ട് ഞാനിവിടെ എടുപ്പിക്കും കേട്ടാ. ശരി, ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തോ. നരേന്ദ്രപ്രസാദ്. പതിനാറ് കൊല്ലം മുമ്പ് നെറ്റി പുലർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുവാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറന്ന് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കുള്ള നിരമുത്തട്ടെ, എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയാനില്ല, കേൾക്കാനും. ആയുസിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക. ആയുഷ്മാൻ ഭവ. കണ്ടല്ലോ. റെഡി? ശരി, അത് ക്ലിയർ ആയിട്ട് അതുപോലെ അങ്ങ് എടുത്തോ.
ഇങ്ങനെയാടാ നരേന്ദ്രപ്രസാദിനെ കാണിക്കുന്ന അങ്ങനെയാണ്. എടാ ആദ്യം കൈകളുടെ സംഭവമുണ്ട്. ആ കൈകളുടെ ആക്ഷൻസ് എടുത്ത് കൊള്ളാം. എല്ലാത്തിനെയും കൂടെ വിളിച്ചിഞ്ഞ് കേട്ട് നിന്റെ നെഞ്ചു കയറിയിരുന്ന് പൊങ്കാലയിടും. ഇങ്ങനെയാടാ നരേന്ദ്രപ്രസാദ്. കുഴപ്പമില്ല. ഇപ്പം നരേന്ദ്രപ്രസാദ് സാറിനെ എല്ലാവർക്കും പഠിക്കാം. നിനക്ക് നാരങ്ങ പുഴി അറിയാമോ? അതറിഞ്ഞാൽ മതി. ഈ 2 നാരങ്ങ അസലായിട്ടൊന്ന് പുഴിഞ്ഞ് നല്ല രീതിയിൽ പുഴിഞ്ഞ് നല്ല നീര് വരണം ആദ്യം തന്നെ. ഇനി നാരങ്ങ തറയിലിട്ടിട്ടോ പുളിച്ചിൽ നിർത്തരുത്. കൈ സൈഡുകളിലേക്കാക്കി പുഴിയൂ. കറക്റ്റ്. ഇനി വെട്ടുവലിന്റെ അസുഖം കൊടുക്കൂ. വെട്ടുവലി അത് തന്നെ. നാരങ്ങ എറിഞ്ഞ് പിടിക്കൂ. അത് തന്നെ. ഇനി അസലായിട്ട് എല്ലാരെയും കൊഞ്ഞണം കുത്തു. അത് തന്നെ. ഡയലോഗ്. പതിനാറ് ഓല മുമ്പ് നെറ്റ് വളർന്ന് ചോറവണ പുറകറിലെ പൂളി കൊണ്ടുവരവണ്ട അങ്ങനെ പ്രസാദ് സാറിനെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് സാരത്തെ പഠിക്കാം? മധു. നമുക്കെല്ലാവർക്കും അറിയാം മലയാളത്തിന്റെ കാരണവർ ഭാവാഭിനയ ചക്രവർത്തിയാണ് ശ്രീ മധു. മധു സാറിനെ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാന്നുള്ളത് ആദ്യം പുള്ളിയുടെ കൈകളുടെ സംഭവമുണ്ട്, പിന്നെ നടത്തയുണ്ട്, മുഖത്ത് വരുന്ന ഭാവാഭിനയമുണ്ട്, ഡയലോഗുണ്ട്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് വായിച്ചതുകൊണ്ട് ഭാവാഭിനയ ചക്രവർത്തി മധു. ഇങ്ങനെ വന്നിട്ട് മുഖത്ത് വരുന്ന ഭാവാഭിനയം വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചോണം കേട്ടാ. കണ്ട വന്നിറങ്ങണ കണ്ട വന്നിറങ്ങിയത് കണ്ട. ഇങ്ങനെ വന്നതിന് ശേഷം ഇനി ഡയലോഗ്. രാഘവ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ കല്യാണിയമ്മയുടെ മകൾ രാജലക്ഷ്മിയുമായി നിനക്ക് എന്താടാ ബന്ധം? ചോദിച്ചത് കേട്ടില്ലേ? പ്രേമമൊന്നും മണ്ണാങ്കട്ടെന്നും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്കവള് വേണ്ടതായി. ഇല്ലടാ പട്ടി, പൊക്കവന്റെ മുമ്പിൽ നിന്ന് പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് ഭാവാഭിനയം സൈഡിൽ നിന്ന് വാരി വിതറണം. ഇങ്ങനെ പോകാൻ കണ്ട, സൈഡിൽ നിന്ന് കുറച്ച് വാരി വിതറിയിട്ട് പോകണം. ഓക്കെ, റെഡി, ആക്ഷൻ. മധു സാറിനെ എടുക്കാം. ഇങ്ങനെടാ മധു സാറ് തവള ചാട്ടോ. ക്ലിയർ ആയിട്ട് മധു സാറിന് എല്ലാവർക്കും പഠിക്കാന്നുള്ളതാണ്. നിനക്ക് സൈക്കിളിൽ വിട്ടാൽ അറിയാമോ? കൈകൊണ്ട് സൈക്കിളിൽ വിട്ടാൽ അതറിഞ്ഞാൽ മതി. കൈകൊണ്ട് സൈക്കിളിൽ വിട്ടിക്കും. അപ്പം മധു സാറിന്റെ പിന്നെ ഭാവാഭിനയത്തിന്റെ പകുതി വരും. കൈകളുടെ സംഭവം എല്ലാം റെഡിയാവും. ആക്ഷൻ. ബ്രേക്ക്. തിരിച്ചു കിറക്കൂ. കറക്റ്റ്. ഇപ്പൊ മധു സാറിന്റെ കൈകളുടെ സംഭവം ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഇടത്തെ കാലം ആർക്കും വേണ്ട, അത് എടുത്ത് എറിഞ്ഞ് നടക്കൂ. അത് തന്നെ. ഇനി കറക്റ്റായിട്ട് വേണ്ടത് ഭാവാഭിനയാണ്. അതിന് മുമ്പ് ഈ ബൗൾക്കം വായിലോട്ടിട്ട് ചവച്ച തിന്നിറക്കരുത്, തൊണ്ടേ കുരുങ്ങി ചത്തുപോകും. ഇനി മെയിനായിട്ട് വേണ്ടത് ഭാവാഭിനയം. ഈ സാധനം അത് വരാൻ വേണ്ടിയിട്ട് വേറൊന്നും വേണ്ട. നീ ഡയലോഗ് പറയാനായിട്ട് റെഡിയായിരുന്നോ? ഇപ്പൊ ഭാവാഭിനയം മുഖത്ത് പൊട്ടി വിരിയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. റെഡി, ആക്ഷൻ. തുമ്മരുത്. സൈക്കിള് വിട്ടാ നിന്നെ കണ്ടിയാക്കി തുമ്മരുത്. അടി ഈ കടപ്പുറത്ത് മണ്ണുണ്ട്. തുമ്മരുത്. അടി. അങ്ങനെ ഭാവാഭിനയ ചക്രവർത്തി മധു സാറിനെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് താരത്തെ പഠിക്കാം? മമ്മൂട്ടി. നമുക്ക് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാന്നുള്ള പുള്ളിയുടെ ആ നടത്ത, കൈകളുടെ സംഭവം, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് വിത്ത് ഡയലോഗ്, ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ നിനക്ക് ഇങ്ങോട്ട് നോക്ക് ആ പുള്ളിയെ യഥാർത്ഥമായിട്ട് നിനക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ആദ്യം പുള്ളിയുടെ ആ നടത്ത വിത്ത് കൈകളുടെ സംഭവം എല്ലാം നമുക്ക് പഠിക്കാം. മമ്മൂക്ക. ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ഡയലോഗിന് ഇടത്തെ കുത്ത്. അതായത് ഇവിടെ 2 ഇഷ്ടിക വച്ചേക്കും. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് 2 ഇഷ്ടിക വച്ചേക്കും. നടുക്ക് ചാന്ത് മുട്ടേക്കും. കറണ്ട് കാണൂല, കൈ കൊണ്ട് കുത്തി നിറയ്ക്കണം. അറിയാലോ. രണ്ടാമത്തെ ഡയലോഗിന് വലത്തെ സൈഡിൽ ചാന്ത് നിറയ്ക്കണം. സെന്റ് ഡയലോഗ് പറയുമ്പോൾ മാത്രം 2 കൊണ്ട് നിറയ്ക്കണം. കാരണം ഇത് മൈക്കാടല്ല, അടങ്കലാണ്. മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ആ സൗണ്ട് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തോണം കേട്ടാ. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇരുമ്പാണ് തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊന്മണം കൊടുത്തവൻ ചന്തു.
മാറ്റം തിരികെ ചോദിച്ചപ്പോ മറന്നു പോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. കണ്ടല്ലോ, ഞരമ്പെല്ലാം വലിഞ്ഞ് മുറുകി പൊട്ടണം. നിന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറ്റൂ കേട്ടാ. കേട്ടാ, പുള്ളിയെ പോലെ ക്ലിയർ ആയിട്ട് എടുത്തോളണം. റെഡി ആക്ഷൻ. നടന്നു വാ. രണ്ടുപേരും ബാക്കി കെട്ടിക്കോ. റെഡി ആക്ഷൻ. അതെല്ലാം ക്ലിയർ ആണ്, നീ നടന്നു വന്നാൽ മതി. അത് തന്നെ. ഓക്കെ, അത്രയും ക്ലിയർ ആവണ്ട. നിന്റെ നെഞ്ചി കയറി ഇരുന്ന് പൊങ്കാല ഇടും. ഇങ്ങോട്ട് കയറിയില്ലേ? ഫസ്റ്റ് ഡയലോഗ്. ഫസ്റ്റ് ഡയലോഗ് ഇടത്തെ കുത്ത്. ചന്തു ഇനി വലത്തെ കുത്ത്. ഇടത്തെ കുത്ത്. ഓക്കെ, ഏകദേശം ആള് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് താരത്തെ പഠിക്കാൻ പറഞ്ഞോളൂ. മോഹൻലാൽ. ഓക്കെ, മോഹൻലാലിനെ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് ഇടത്തെ തോള് 90 ഡിഗ്രി ശരിയാണ്. പിന്നെ നീ പഠിച്ചു വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, 70 ഡിഗ്രി ആയാലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടാ. പിന്നെ പാണ്ടികളെ അറിഞ്ഞിരിക്കണം. അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഫുട്ബോൾ അറിയാമോ? ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. അത് ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ കാണിക്കും. അത് കണ്ടിട്ട് വേണം മകൻ ചെയ്യാൻ കേട്ടാ. മോഹൻലാൽ. എടോ വീരപ്പൻ എന്ന് പേരുള്ള തേർഡ് റേറ്റ് സെറ്റ്, താൻ ആരാടോ നാട്ടുരാജാവോ? തന്റെ കളരിയും തരികയുടെ നമ്പരും എല്ലാം ചിലവാകും അങ്ങ് കാട്ടില്. ഇത് സ്ഥലം വേറെയാ. ഒരുപാട് കളി കണ്ടവനാ ഞാൻ. ഒന്നിനും പറ്റിയില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിട്ട് ജഗന്നാഥനെ മണ്ണിവിടൂ. നീ പോ മോനെ ദിനേശ. ഇത് വേണ്ട, അറിയാമല്ലോ. റെഡി ആക്ഷൻ. മോഹൻലാലിനെ എടുക്കാം. ലാല ഇങ്ങനെടാ, ലാലേട്ടനെ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേക ഈ അല്പമെങ്കിലും ചരിച്ച് കാണിക്ക്. നീ അവിടെ നില്ല്, നിന്റെ കുടുംബം വരെ ഞാൻ ചരിച്ചു തരാം. ഇത് പഠിക്കാനുള്ള സംഭവമാണ് കേട്ടാ. ഇനി അവിടെ ഒരു ബാളുണ്ടെന്ന് സങ്കല്പിക്കുക. അതിനെ തട്ടിത്തെറിപ്പിച്ച് മൈക്കിന്റെ അടുത്തേക്ക് വരൂ. റെഡി ആക്ഷൻ. ഇനി ഇങ്ങോട്ടത്തേക്ക് വരൂ. ഇനി പ്രശസ്തമായ ഡയലോഗാണ് മോനെ ദിനേശ സവാരി ഗിരിഗിരി. ആക്ഷൻ. മോനെ ചവാറ കയറി കയറി അത് മോറോണം, അത് മോറോണം. നിന്റെ അച്ഛൻ്റെ അവിടെ കുറിച്ചു അടിപൊളിയായി. നീ എന്നെ അടിപൊളി എന്നങ്ങ് പറഞ്ഞ ശരി. ഇനി നിനക്ക് ഏത് താരത്തെ പഠിക്കണം? സുരേഷ് ഗോപി. ആര്? സുരേഷ് ഗോപി. ഓടാ വൃത്തിയോട്ടവനെ. മമ്മൂട്ടി മോഹൻലാലിനെ ഞാൻ അസലായിട്ട് കാണിച്ചു തന്നില്ലേ? അതിനകത്തുണ്ടല്ലോ സുരേഷ് ഗോപി. കള്ളോന്നാ. എടാ, ഉദാഹരണത്തിന് മമ്മൂട്ടി അച്ഛൻ, മോഹൻലാൽ അമ്മ. ഇവർക്ക് രണ്ടുപേർക്കുണ്ടായ പുത്രനാണ് സുരേഷ് ഗോപി. കള്ളോന്നാ. എടാ, ഞാൻ തെളിയിച്ചു തരാം. ഇവിടെ രണ്ടുപേരുടെ ആക്ഷൻ അല്ലേ പുള്ളി അല്ലേ മോട്ടിച്ച് ഇത് ചെയ്തേക്കുന്നത്. ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തോ, ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇതാരാ? മമ്മൂട്ടി തന്നല്ലോ. ഇതോ? മോഹൻലാൽ. ഈ സംഭവം തന്നെയാണ്. സ്പീഡാക്കിയാൽ മാത്രം മതി. പിന്നെ 25 കിലോ ചാണകം കൊണ്ട് തറയിട്ടേക്കണം. അത് ടൈമിംഗ് അനുസരിച്ച് ചവിട്ടണം. ദാ നോക്കിയോ, മമ്മൂട്ടി ചാണകം ചവിട്ട് മോഹൻലാൽ, മമ്മൂട്ടി മോഹൻലാൽ, മമ്മൂട്ടി മോഹൻലാൽ. കണ്ട, ഇത് സ്പീഡാക്കിയാൽ മാത്രം മതി. കണ്ട, ഇടയ്ക്കിടയ്ക്ക് ചാണകം കൂടെ ചവിട്ടി കൊടുക്കണം. ഇനി എന്ത് ചോദിച്ചാലും വേണ്ടെന്നും കൂടെ പറയണം. ഇനി ഡയലോഗ്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഷീറ്റ് വേണം. പാകൊണ്ടുള്ള ഒരു പരിപാടിക്കും പുള്ളി തയ്യാറല്ല. മണലിൽ കിടന്നാലും ഷീറ്റ് വേണം. അറിയാലോ. റെഡി ആക്ഷൻ. സുരേഷ് ഗോപി എടുക്കാം. മമ്മൂട്ടി. മോഹൻലാൽ. ചാണകം നിന്റെ അപ്പം വന്ന് ചവിട്ടു. ചവിട്ടറാ. മമ്മൂട്ടി ചാണകം ചവിട്ടി മോഹൻലാൽ. മമ്മൂട്ടി മോഹൻലാൽ. സ്പീഡ് സ്പീഡ്. ഓക്കെ. ചോറ് വേണോ? ഡയലോഗ്. Mathrubhumi PSS Limited Film Award. Mathrubhumi PSS Limited Film Award 2006 Excellence in Acting ന് അർഹനായിരിക്കുന്നത് അത് മറ്റാരുമല്ല, the one and only മോഹൻലാൽ. അവാർഡ് നൽകുന്നതിനായി മാതൃഭൂമി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ MP വീരേന്ദ്രകുമാർ അവർകളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. And to receive the award, we'd like to welcome the one and only മോഹൻലാൽ.